ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞൂസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ മുട്ട പതിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്തേക്കുന്ന ഒരു പിഞ്ച് ഏലക്കപ്പൊടിയും പിന്നെ ചേർത്തിരിക്കുന്നത് കുറച്ച് പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പുമാണ് ചേർത്തിരിക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ബ്രെഡ് അരികിൽ സൈഡൊന്നും നമുക്ക് മുറിച്ച് കളയണ്ട. ഫുള്ള് ബ്രെഡ് വേണമെങ്കിൽ ഫുള്ളായിട്ട് എടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ ആ ഒരു ഇതിൽ മുക്കിയതിന് ശേഷം ഡയറക്റ്റ് പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രെഡിനെ വീണ്ടും രണ്ടായിട്ട് മുറിച്ച് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് 4 മണിക്ക് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ പാനിൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ബ്രെഡ് ഇതുപോലെ ആ ഒരു മുട്ടയുടെ ഇതിലേക്ക് മുക്കിയെടുത്ത് ഇതുപോലെ വച്ച് കൊടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കട്ടൻ ചായയാണ് ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. എനിക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്കിനി പാലച്ചായയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, അതാ ഇഷ്ടമെങ്കിൽ അങ്ങനെ ആകാം. പക്ഷേ എനിക്കെപ്പോഴും ഇഷ്ടം കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനാണ്. നല്ല അടിപൊളി 4 മണി പലഹാരമാണ്. അതുമാത്രമല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്ക് കൂടിയാണ്. ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും ഇത് ഉണ്ടാക്കുന്നതായിരിക്കാം. ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ട്രൈ ചെയ്തപ്പോഴല്ല, ഓൾറെഡി ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയത്. അതാണ് പിന്നെ കുറച്ച് ഭാഗം കട്ടായിരിക്കുന്നത് കേട്ടോ. ആദ്യം ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതൊന്നും കാണിച്ചു തരുന്നില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് സ്കൂൾ വിട്ട് കുട്ടികൾ വരുമ്പോഴും അതുപോലെ നോമ്പിനൊക്കെയും ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റം കൂടിയാണ് ഈ സ്നാക്ക് എന്ന് പറയുന്നത്. ഈ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടമുള്ളവർ, കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളും താഴെ കമൻറ്റ് ചെയ്താൽ നമുക്കറിയാറും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലത്തെ നല്ല കൊച്ചു റെസിപ്പിയായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. ഒത്തിരി കഴിച്ച് കളയണ്ട. നമ്മുടെ ആ മുട്ടയുടെ ആ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ നമ്മുടെ ആ ബ്രെഡിലേക്ക് കിട്ടും. ഇതുപോലെ ആ മുട്ടയുടെ ഇതിലേക്ക് മുക്കിയെടുക്കുമ്പോൾ ഇനി ഇതുപോലെ നമ്മൾ വെറുതെ ഫ്രൈ ചെയ്താലും നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയിൽ മുക്കിയെടുക്കാതെ ജസ്റ്റ് ഒന്ന് നമുക്ക് പാനിൽ ഡയറക്റ്റ് ബ്രെഡ് ഇട്ട് അങ്ങനെ പൊരിച്ചെടുത്താലും അത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇനി ജാമ് കഴിക്കുന്ന മെമ്പേഴ്സാണെങ്കിൽ ആ ഒരു ബ്രെഡിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അപ്പുറയും ഇപ്പുറയും ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ മുട്ട ഇടാതെ ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നടുക്കയിലേക്ക് നമ്മുടെ ജാം തേച്ച് കഴിക്കാവുന്നതാണ്. ഈ രീതിയിലെല്ലാം നമുക്ക് ബ്രെഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത കൊച്ചു വീഡിയോയുമായി വെയിറ്റ് ചെയ്യുക. അതുവരേക്കും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട്.